കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിൽ നരഹത്യ കേസിൽ വഴിത്തിരിവായത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം. പിടിയിലാവില്ല എന്നതും കേരള പോലീസിനെ വില കുറച്ച് കണ്ടതുമാണ് പ്രതികൾക്ക് വിനയായത്. 6 വർഷമായി തങ്ങളുടെ മകൻ എവിടെ പോയി എന്ന വിജിലിന്റെ മാതാപിതാക്കളുടെ ചോദ്യത്തിന് ഉത്തരമാണ് കേരള പോലീസ് കണ്ടെത്തിയത്. നിലവിലെ കേസിലെ 2 പ്രതികളും റിമാൻഡിലാണ്. വിവരങ്ങൾ ചേതൻ കോഴിക്കോട് നൽകും. കേരള പോലീസിന്റെ മറ്റൊരു അന്വേഷണ മികവിന്റെ കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിജിൽ തിരോധാന കേസ്, അതിൽ വിജിലിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇന്നലെ കേരള പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും പുറം ലോകം അറിയില്ല എന്ന് പ്രതികൾ കരുതിയ ആ സംഭവം 6 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ഇപ്പോഴിതാ കേരള പോലീസ് അത് പുറം ലോകത്ത് എത്തിച്ചിരിക്കുകയാണ്. കേരള പോലീസിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നൊരിക്കൽ കൂടി അവർ നമ്മളോട് പറയുകയാണ്. കേരള പോലീസ് എന്നാൽ സുമ്മാവ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ? ഇപ്പോഴിതാ തെളിഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും. ചേതൻ, ഗുഡ് മോർണിംഗ്. കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്നലെ സരോവരത്തെ ആ ചതുപ്പ് നിലത്തിൽ നിന്ന് വിജിലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. ആ കേസ് അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് എന്നോ പോയിരിക്കും എന്നായിരുന്നു പ്രതികൾ കരുതിയത്. അവർ സ്വതന്ത്രരായി ഇങ്ങനെ വിഹരിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് അതിന്റെ പുറകിലുണ്ടായിരുന്നുവെന്നും ഒരു തുമ്പ് കിട്ടിയാൽ പിടിച്ചു കയറി വരുമെന്നും ഇന്നലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി മനസ്സിലായി. എങ്ങനെയാണ് അന്വേഷണത്തിന്റെ നാൾവഴികൾ, മറ്റു കാര്യങ്ങൾ എന്താണ് ചേതൻ? തീർച്ചയായും മനു, കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് അല്ലെങ്കിൽ അന്വേഷണ വൈഭവം അത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ വിജിൽ നരഹത്യ കേസിലൂടെ. പ്രധാനമായും ഈ നരഹത്യ കേസ് 2 ഘട്ടങ്ങളായിട്ടാണ് സംഭവിച്ചത്. ഇതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 2019 മാർച്ച് 24-നാണ് വിജിനെ കാണാതായത്. അന്ന് രാവിലെ 9 മണിയോടുകൂടി വിജിൻ്റെ മാതാവിനോട് ഇപ്പോൾ പോയി വരാം, സുഹൃത്തുക്കളോടൊപ്പം അല്പസമയം ചെലവഴിച്ച് വരാം എന്ന് വീട് വിട്ട് ഇറങ്ങിയ വിജിൻ പിന്നീട് തിരികെ വന്നില്ല. ഇതിന് ശേഷമാണ് വിജിലിലെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത്, അന്വേഷണം ആരംഭിക്കുന്നതും. ആദ്യം തന്നെ പ്രഥമമായി പോലീസ് ചെയ്തത് വിജിലിലെ ടവർ ലൊക്കേഷനും മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷനും കോൾ റെക്കോർഡിങ്സ് ഒക്കെ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിലൂടെയാണ് വിജിൽ കോഴിക്കോട്ടെ സരോവരം പാർക്കിന് സമീപത്ത് ഉണ്ടെന്ന് പോലീസിന് 24-ാം തീയതി ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കുന്നതും ഉടൻ തന്നെ മറ്റ് സുഹൃത്തുക്കളെ വിളിച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഇവരെ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് കമ്മീഷണറായി ടി നാരായണൻ ചുമതലയെടുത്തോടുകൂടിയാണ് ഈ കേസിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ചുമതല ഏറ്റെടുത്തോടുകൂടി സിറ്റിയിൽ നടന്ന എല്ലാ മിസ്സിംഗ് കേസുകളും വീണ്ടും ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനായി എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗും സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരി 2-ാം തീയതിയാണ് എലത്തൂർ SHO ആയി ഈ രഞ്ജിത്ത് KR ചുമതലയേൽക്കുന്നത്. രഞ്ജിത്ത് KRനാണ് ഈ അന്വേഷണ ചുമതല ലഭിച്ചത്. പിന്നീടാണ് ഈ 2ാം ഘട്ടം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. പ്രധാനമായും ഒന്നിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഫ്രം 0 മുതൽ അന്വേഷിക്കാനാണ് ഈ കോഴിക്കോട് സിറ്റി കമ്മീഷണർ നൽകിയ നിർദ്ദേശം. ഇത് പ്രകാരം ആദ്യം തന്നെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. മാതാപിതാക്കൾ തങ്ങളുടെ മകൻ ഒരു കാരണവശാലും നാട് വിട്ടു പോകാനുള്ള സാധ്യത ഇല്ലെന്ന് ഉറപ്പിച്ച് മാതാപിതാക്കൾ പറഞ്ഞു. ഇതിന് ശേഷമാണ് പിന്നീടാണ് ഈ പ്രതികളായ സുഹൃത്തുക്കളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകം പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു, അച്ചടിച്ചതുപോലെയാണ് ഇവരുടെ മൊഴികളെല്ലാം. അതായത് പഠിച്ച് പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലെയാണ് ഇവരുടെ മൊഴികളെല്ലാം. ഒരു സ്ഥലത്ത് പോലും ഈ മൊഴികളിൽ നേരിയൊരു വൈരുദ്ധ്യം പോലും പോലീസിന് ലഭിച്ചില്ല. പിന്നീട് ഈ വിജിലിൻ്റെ കോൾ റെക്കോർഡിങ്സും അതുപോലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ പോലീസ് പരിശോധിച്ചു. ഇത് പ്രകാരം 2024 മാർച്ച് 24 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ വിജിലിൻ്റെ മൊബൈൽ ഫോൺ ഓൺ ആവുന്നത്. മറ്റൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് പിറ്റേന്ന്, അതായത് 2019 മാർച്ച് 25-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആനി ഹാൾ റോഡിൽ വെച്ച് ഈ വിജിലിൻ്റെ മൊബൈൽ ഫോൺ ഓൺ ആകുകയും നിമിഷങ്ങൾക്കകം തന്നെ ഓഫ് ആവുകയും ചെയ്തു. സ്വാഭാവികമായും പോലീസ് കണക്കുകൂട്ടിയത് ഒന്നിക്കൽ വിജിൽ നാട് വിട്ടുപോകാനുള്ള സാധ്യത, കാരണം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയത്, അല്ലെങ്കിൽ വിജിലിന് ഈ കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ പ്രധാനമായും സിറ്റി പോലീസ് കമ്മീഷണർ ഈ മിസ്സിംഗ് കേസിൻ്റെ കൊലപാതക സാധ്യത കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശവും അന്വേഷണ
അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരുന്നു. വീണ്ടും ഇവരെ ചോദ്യം ചെയ്തു. പ്രധാനമായും ഈ ആദ്യഘട്ടത്തെ ചോദ്യം ചെയ്യുന്നുള്ള ഈ പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴികളും ഈ രണ്ടാം ഘട്ടത്തിൽ പഠിച്ച് പ്ലാൻ ചെയ്ത മൊഴികളും അവർ തമ്മിലുള്ള നിസാരമായ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിജിലിൻ്റെ സുഹൃത്തുക്കളായ പ്രതികൾ കുറ്റം സമ്മതിച്ചത്. ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവർ സരോവരം പാർക്കിൽ പോയത്. അവിടെ വെച്ച് ലഹരി മരുന്ന് ഓവർ ഡോസ് ആവുകയും വിജിൽ തത്സമയം മരിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ പരിഭ്രാന്തരാകുകയും എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ പിന്നീട് ഇവർ ഈ വിജിൻ്റെ ശവശരീരം ഈ സരോവരം പാർക്കിന് സമീപത്തുള്ള ചതുപ്പിൽ കുഴിച്ച് കെട്ടിത്താഴ്ത്താനും വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ വിജിൽ എന്നേക്കുമായി ഈ കാണാമറയത്തേക്ക് പോയത്. ഏതായാലും ഈ കേസിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കേരള പോലീസിൻ്റെ അന്വേഷണ മികവാണ്. കഴിഞ്ഞ 8 ദിവസമായി ഇവർ ചതുപ്പിൽ പരിശോധന നടത്താൻ തുടങ്ങിയിട്ട് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെയേറെ വിഷമത പോലീസ് അനുഭവിച്ചു. ഒരു വേള ഇവർ ഇവിടെ ഇല്ല, ഈ അസ്ഥികൂടങ്ങൾ കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് വരെ പോലീസ് അന്വേഷണ നിഗമനത്തിലെത്തിയിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിൽ ഈ വിജിലിൻ്റെ ഏതാനും ചില ശരീരഭാഗങ്ങൾ എടുത്ത് ഈ വരക്കൽ ബീച്ചിൽ വെച്ച് ശേഷക്രിയകളൊക്കെ നടത്തിയെന്ന് മൊഴികളും പ്രതികൾ നൽകിയിരുന്നു. പിന്നീടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എർത്ത് സയൻസിലെ ഉദ്യോഗസ്ഥരുമായി പോലീസ് ബന്ധപ്പെടുകയും അവിടെ നിന്ന് എർത്ത് പെനിട്രേറ്റിംഗ് റഡാറുകളൊക്കെ ഇവിടെ എത്തിച്ച് ഈ വിജിലിൻ്റെ അസ്ഥികൂടത്തിൻ്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് നീണ്ട തെരച്ചിലായിരുന്നു. ആഴത്തിൽ 3 ആൾ ആഴത്തിൽ കുഴിയൊക്കെ കുഴിച്ചാണ് ഈ വിജിലിൻ്റെ അസ്ഥികൂടം പോലീസ് റിക്കവർ ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിജിലിൻ്റെ അസ്ഥികൂടമൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായും സംഭവിക്കാനുള്ളത് പോലീസ് ഈ മാതാപിതാക്കളുടെ DNA സാമ്പിളുകൾ പരിശോധിക്കും. ഈ അസ്ഥികൂടത്തിൽ നിന്നുള്ള DNA സാമ്പിൾ ഫോറൻസിക് വിദഗ്ധർ ശേഖരിക്കുന്നതായിരിക്കും. ഇവ രണ്ടും കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയക്കുന്നതായിരിക്കും. ഈ രണ്ടുപേരുടെയും DNA മാച്ചായാൽ മാത്രമേ ഔദ്യോഗികമായി പോലീസിന് ഈ കണ്ടെടുത്ത അസ്ഥികൂടം വിജിലിൻ്റേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണമാണ് ഈ കേസിലും നിർണായകമായത്. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് കേരള പോലീസ്. മനു.